നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരികൾ. സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. ഒല്ലൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് സ്വദേശി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പരന്തരപ്പള്ളി യൂണിറ്റ് വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മൂന്നുമുറി പ്രതീക്ഷ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മറ്റത്തൂരിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി ഇടവകയിൽ നവീകരിക്കുന്ന ദേവാലയത്തിന്റെ ആശീർവാദം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കോട്ടകരയിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് 19കാരൻ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തി. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. ഏറ്റവും മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. ആളൂർ ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് റിട്ടേണിംഗ് ഓഫീസർ, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ KK തിലകന്റെ നേതൃത്വത്തിൽ നടന്നു. മുതിർന്ന അംഗം വർഗീസ് തുളുവത്താണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് 23 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളടക്കം നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ നടത്തി. റിട്ടേണിംഗ് ഓഫീസർ KM ജുജു മുതിർന്ന അംഗമായ പോൾസൺ തെക്കുംപിടിയയ്ക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു 18 വാർഡുകളിലെ അംഗങ്ങൾക്ക് പോൾസൺ തെക്കുംപിടിക സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി. റിട്ടേണിംഗ് ഓഫീസർ TG ബിന്ദു നേതൃത്വം നൽകി. മുതിർന്ന അംഗം സുനന്ദ ശശിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു 16 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടത്തി. റിട്ടേണിംഗ് ഓഫീസർ MR അനു മുതിർന്ന അംഗമായ അന്തോണി പൊന്നാരിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് 23 വാർഡുകളിലെ അംഗങ്ങൾക്ക് അന്തോണി പൊന്നാരി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടത്തി. റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാർ നേതൃത്വം നൽകി. മുതിർന്ന അംഗം KS കൃഷ്ണൻകുട്ടിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു 15 വാർഡുകളിലെ അംഗങ്ങൾക്ക് KS കൃഷ്ണൻകുട്ടി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് റിട്ടേണിംഗ് ഓഫീസർ ജൂസി K ജോണിന്റെ നേതൃത്വത്തിൽ നടത്തി. റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന അംഗമായ സുരേഷ് ബാബുവിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു 17 വാർഡുകളിലെ അംഗങ്ങൾക്ക് സുരേഷ് ബാബു സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പ്രഥമ ഭരണസമിതി യോഗവും ചേർന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടത്തി. റിട്ടേണിംഗ് ഓഫീസർ അനിൽകുമാർ മുതിർന്ന അംഗമായ K സുധാകരന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു 18 വാർഡുകളിലെ അംഗങ്ങൾക്ക് K സുധാകരൻ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്നു. റിട്ടേണിംഗ് ഓഫീസർ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ S സുധ, മുതിർന്ന അംഗം കടമ്പോട് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട PS അംബുജാക്ഷന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു വാർഡുകളിൽ നിന്നുള്ളവർ PS അംബുജാക്ഷൻ ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി ഭരണസമിതി അംഗങ്ങളായി സ്ഥാനമേറ്റു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ PS പ്രദീപ്, പഞ്ചായത്ത് ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളുടെ ആദ്യ യോഗം ചേർന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ കൊടകര GLP സ്കൂൾ അങ്കണത്തിൽ പ്രത്യേക സജ്ജമാക്കിയ വേദിയിൽ നടന്നു. റിട്ടേണിംഗ് ഓഫീസർ ടോമിക്കുട്ടൻ മുതിർന്ന അംഗമായ മിനിദാസന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് 19 വാർഡുകളിലെ അംഗങ്ങൾക്ക് മിനിദാസൻ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ബിന്ദു ജി നായർ പ്രസംഗിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടത്തി. റിട്ടേണിംഗ് ഓഫീസർ വിനോദ് കുമാർ മുതിർന്ന അംഗമായ ഭാഗ്യവതി ചന്ദ്രന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റു 18 വാർഡുകളിലെ അംഗങ്ങൾക്ക് ഭാഗ്യവതി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 16 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ ഡോക്ടർ സീമ മുതിർന്ന അംഗം റെജി ജോർജിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പള്ളിക്കുന്ന് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട റെജി ജോർജ് മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ബെന്നി വടക്കൻ, മുൻ പ്രസിഡന്റ് KM ചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രഥമ യോഗം നടത്തി. വിശ്വാസവും കൂറും അഖണ്ഡതയും നിലനിർത്തുമെന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 30 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം മേരി തോമസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാഴാനി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മേരി തോമസ് തുടർന്ന് മറ്റു തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വടക്കേക്കാട് ഡിവിഷനിലെ അഡ്വക്കേറ്റ് ഷംസീറ അഷറഫ്, കാട്ടാങ്കാമ്പൽ ഡിവിഷനിലെ MV പ്രശാന്ത് മാസ്റ്റർ, ചൂണ്ടൽ ഡിവിഷനിലെ ലീല രാമകൃഷ്ണൻ, എരുമപ്പെട്ടി ഡിവിഷനിലെ മീന സാജൻ, വള്ളത്തോർ നഗർ ഡിവിഷനിലെ ബുഷറ ടീച്ചർ, തിരുവില്ലാമല ഡിവിഷനിലെ KR സത്യൻ, ചേലക്കര ഡിവിഷനിലെ KR മായ ടീച്ചർ, വാഴാനി ഡിവിഷനിലെ മേരി തോമസ്, അവണൂർ ഡിവിഷനിലെ പ്രസാദ്, പീച്ചി ഡിവിഷനിലെ PS വിനയൻ, പുത്തൂർ ഡിവിഷനിലെ ഓമന EA, ആമ്പല്ലൂർ ഡിവിഷനിലെ ഷീല, കൊടകര ഡിവിഷനിലെ KJ ഡിക്സൺ, അതിരപ്പള്ളി ഡിവിഷനിലെ ഡാർലി പോൾ, കൊരട്ടി ഡിവിഷനിലെ അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി, ആളൂർ ഡിവിഷനിലെ കാവ്യ രഞ്ജിത്ത്, മാള ഡിവിഷനിലെ പോൾ സാജൻ കൊടിയൻ, മുരിയാട് ഡിവിഷനിലെ ജോസ് J ചിറ്റലപ്പള്ളി, പറപ്പുക്കര ഡിവിഷനിലെ അമ്പിളി വേണു, കാട്ടൂർ ഡിവിഷനിലെ TK സുധീഷ്, ഏറിയാട് ഡിവിഷനിലെ നൌഷാദ് കറുകപ്പാടത്ത്, വെള്ളാങ്കല്ലൂർ ഡിവിഷനിലെ CB ഷക്കീല ടീച്ചർ, കൈപ്പമംഗലം ഡിവിഷനിലെ KS ജയ, തൃപ്രയാർ ഡിവിഷനിലെ അമൽ T പ്രേമൻ, ചേർപ്പ് ഡിവിഷനിലെ CK വിനോദ്, താന്യം ഡിവിഷനിലെ KP സന്ദീപ്, അന്തിക്കാട് ഡിവിഷനിലെ സലീജ ടീച്ചർ, തളിക്കുളം ഡിവിഷനിലെ PI സുജിത കുർണി, മുല്ലശ്ശേരി ഡിവിഷനിലെ രാകേഷ് കണിയാമ്പറമ്പിൽ, കടപ്പുറം ഡിവിഷനിലെ ശ്രീഷ്മ ബാബുരാജ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത്. P ബാലചന്ദ്രൻ MLA, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനാരോഹണ ചടങ്ങിൽ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി അനുമോദനം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പൂണിശ്ശേരി 7ാം വാർഡിലെ അംഗം പ്രിബിനൻ ചുണ്ടേലിപ്പറമ്പലിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ അനുമോദിക്കാൻ എത്തിയ ആംബുലൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഗുരുവായൂരാണ് അനുമോദിക്കുന്നതിനോടൊപ്പം ആശുപത്രി ഉപകരണങ്ങൾ വേദിയിൽ വെച്ച് പഞ്ചായത്ത് അംഗത്തിന് കൈമാറിയത്. അശരണ രോഗികൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതി നടത്തിവരുന്ന മെമ്പർക്ക് തുടർന്നും ഉപകരണങ്ങൾ വാർഡിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ടാണ് ഉപകരണങ്ങൾ കൈമാറിയതെന്ന് ഷെരീഫ് ഗുരുവായൂർ പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ അഖിൽ ഒലൂർ, സൗരവ് ബാബു, ശ്രീഹരി താഴിശ്ശേരി എന്നിവർ സന്നിഹിതരായി. നമസ്കാരം. ഞാൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ ആംബുലൻസ് അസോസിയേഷന്റെ സുഹൃത്തുക്കളാണ്. എന്നെ അനുമോദിക്കാനും ആദരിക്കുവാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായ പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് ആംബുലൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഗുരുവായൂര് എൻ്റെ പഞ്ചായത്തിൽ എത്തിച്ചേർന്നത്. മാതൃകാപരമായ ഒരു ചിന്തയായിരുന്നു അവരുടേത്. ഒരു ഷാളാർപ്പണം കൊണ്ട് മാത്രം ഒരു അനുമോദിക്കുക എന്നുള്ളതായിരുന്നില്ല. എൻ്റെ വാർഡിൽ അശരണരായ രോഗികൾക്കും ആപത്ത് ഘട്ടങ്ങളിൽ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറാൻ കയ്യിലാവുന്ന രീതിയിൽ താങ്ങുമായി തുടർന്നുള്ള പ്രോത്സാഹനം ഉത്തേജകം വരുന്നതിനേക്കാളും ഫലവത്തായി എന്നുള്ള രീതിയിലാണ് ഷെരീഫ് ഗുരുവായൂർ ഇന്ന് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുസന്നിധിയിൽ എത്തിച്ചേർന്നത്. ഏറെ മാതൃകാപരമായ ഈ ചിന്ത മനുഷ്യനെ ഉണ്ടാവേണ്ടത്
വരും തലമുറയ്ക്ക് പകർന്നു നൽകേണ്ടത് തന്നെയാണ്. അപ്പോൾ ഷെരീഫ് ഗുരുവായൂരിനോട് പ്രത്യേകം ഞാൻ നന്ദിയും കടപ്പാടും പറയും. ഒല്ലൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലക്കാട് നെല്ലിക്കുന്നുപറമ്പിൽ ശിവാനന്ദനാണ് മരിച്ചത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വരന്തരപ്പള്ളി യൂണിറ്റ് വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് ഉദ്ഘാടനം ചെയ്തു. സിജി ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. സ്വാതി സന്തോഷ്, സിമി കൃഷ്ണൻ, PM ശൈല, LC മിഖായൽ എന്നിവർ പ്രസംഗിച്ചു. വന്യമൃഗങ്ങളിൽ നിന്ന് ജീവനും വിളകൾക്കും സംരക്ഷണം നൽകണമെന്നും തയ്യൽ തൊഴിലാളി പെൻഷൻ സർവീസ് പെൻഷനാക്കി മാറ്റണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് AKTA വരന്തരപ്പള്ളി യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആദ്യം എങ്ങനെയാണ് നിങ്ങൾ SHG യോഗം കൂടുന്നത്? എങ്ങനെയാണ് SHG യോഗം കൂടുന്നത്? നമുക്കൊരു പ്രത്യേക ദിവസം തന്നു, ആ ദിവസത്തിൽ അതിന് പ്രത്യേക സമയം തന്നു. പക്ഷെ ചിലരൊക്കെ വെച്ചാൽ കാലത്തൊടി വൈകുന്നേരം വരെ പുസ്തകം നിവർത്തിച്ചിരിക്കും ഓരോരുത്തരും കാത്തുകൊണ്ട്. ചിലർ പൈസ കൊടുത്ത് വരില്ല, ചിലരെന്ത് ചെയ്യും, ഭർത്താക്കന്മാരുടെ കയ്യിൽ കൊടുത്തുവിടും, അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ കൊടുത്തുവിടും, അല്ലെങ്കിൽ നേരത്തെ കൊണ്ടുവന്നവരും എനിക്ക് ജോലിയുണ്ട്, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം. പക്ഷെ എല്ലാവർക്കും വേറെ ജോലിക്ക് പോകണം. ഇത് ആരുടെ സംഘടന? ഇത് ആരുടെ സംഘടനയാ? തയ്യൽ തൊഴിലാളിയുടെ സംഘടനയല്ലേ? അപ്പൊ അവരുടെ ജോലി ഏതാ വേണ്ടേ? തയ്യൽ ഏതാ വേണ്ടേ? മറ്റു ജോലിക്ക് പോണത് നമ്മുടെ കുറ്റാണോ? അപ്പൊ എന്തുകൊണ്ട് ഇതിലൊരു മാസത്തിൽ ഒരു ദിവസം വന്നുകൂടാ? കൊടകരയിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊടകര വല്ലപ്പാടി മുരിങ്ങത്തേരി വീട്ടിൽ ലളിത് പ്രശാന്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. ഡിസംബർ 20-ന് കൊടകര സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി കഞ്ചാവ് കൈവശം വെച്ചതിനാണ് ഇയാൾ പിടിയിലായത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ MR കൃഷ്ണപ്രസാദ്, ASI-മാരായ സാജു, ബിനു പൗലോസ്, ആഷ്ലിൻ ജോൺ, ഷീബ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, ഡെനിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി ഇടവകയിൽ നവീകരിക്കുന്ന ദേവാലയത്തിന്റെ ആശീർവാദം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. തുടർന്ന് നടന്ന കുർബാനയ്ക്കും ആർച്ച് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ, ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി, ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, ഫാദർ ഹാഡ്ലി നീലങ്കാവിൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ, ലിജോ തേക്കാനത്ത്, രഞ്ജിത്ത് നമ്പാടൻ, ദേവാലയ നവീകരണ കമ്മിറ്റി ജനറൽ കൺവീനർ പോൾ വട്ടക്കുഴി എന്നിവർ നേതൃത്വം നൽകി. ഇനി കാണാം ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് പുതുവർഷ വിപണിയിൽ മധുരമേകാൻ കേക്ക് വിപണി സജീവം. സീസൺ ആയതോടെ ബേക്കറികളിലും കേക്ക് വിൽപ്പന കേന്ദ്രങ്ങളിലും തിരക്കേറി. ക്രിസ്മസ് ആഘോഷമാണ് കേക്കുകളുടെ പ്രധാന വിപണി. പ്ലം, ക്രീം കേക്കുകൾക്കൊപ്പം ടിന്നിലടച്ച കേക്കുകൾക്കും ഇത്തവണ ആവശ്യക്കാർ ഏറെ. കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കുമെന്നതാണ് ഇതിന്റെ ഡിമാൻഡ് കൂട്ടുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് GSTയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഉണക്കമുന്തിരി, കോഴിമുട്ട തുടങ്ങിയ ചില ചേരുവകളുടെ വില അല്പം വർദ്ധിച്ചതിനാൽ കൂടുതൽ വിലക്കുറവിൽ നൽകാൻ സാധിക്കുന്നില്ലെന്ന് ബേക്കറി ഉടമകൾ പറയുന്നു. കേക്കിൽ സർവകാല പ്രതാപിയായി പ്ലം കേക്ക് തന്നെ നിറഞ്ഞു നിൽക്കുന്നു. പ്ലം കേക്ക് 700 ഗ്രാമിന് 220 രൂപയിൽ തുടങ്ങുന്നു വില. എല്ലാവർക്കും ക്രിസ്മസ് വാഴ്ത്തുകൾ നേരുന്നു. നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കുകൾ പതുക്കെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുള്ളൂ. കേക്കുകൾ പതുക്കെ സജീവമായിട്ടുണ്ട്. എല്ലാതരം കേക്കുകളോട് ഇട്ടിട്ടുണ്ട്. നമ്മൾ മാക്സിമം നാച്ചുറൽ കേക്കുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ മാക്സിമം ഉപയോഗിക്കുന്നില്ല. നമ്മൾ പൈനാപ്പിൾ കേക്കാനും വിളയിച്ചിട്ടുള്ള പൈനാപ്പിൾ കേക്കുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. ഇപ്പോൾ ബട്ടർ സ്കോച്ച്, പുഡിങ്, സ്ട്രോബെറി പിന്നെ വെറൈറ്റി സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ചും സ്ട്രോബെറിയുടേതായ നാച്ചുറൽ സംഭവങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ. റിച്ച് പ്ലം കേക്കുകൾക്ക് ശരാശരി 550 രൂപയും 1000 രൂപ വരെ വിലയുള്ള വ്യത്യസ്തമാർന്ന പ്ലം കേക്കുകളും ബേക്കറികളിലുണ്ട്. പ്ലം കേക്ക് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആവശ്യക്കാരുള്ളത് ക്യാരറ്റ് കേക്കിനാണ്. ക്യാരറ്റ് കേക്ക് ചെറുത് 190 രൂപ മുതൽ ലഭ്യമാണ്. മാർബിൾ കേക്ക് 700 ഗ്രാമിന് 330 രൂപയാണ് വില. 350 ഗ്രാം പാക്കറ്റിന് 170 രൂപയും. പൈനാപ്പിൾ കേക്ക് 500 ഗ്രാമിന് 250 രൂപയും ബട്ടർ സ്കോച്ച് 450 ഗ്രാമിന് 230 രൂപയുമാണ് വില. ഇതിനു പുറമെ
ഫ്രഷ് ക്രീം കേക്കുകളും ഐസിംഗ് കേക്കുകളുമെല്ലാം ആഘോഷത്തിന് മധുരം പകരാനുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞാലും പുതുവത്സര ആഘോഷം വരെ കേക്ക് വിപണി ഉഷാറായി നിലനിൽക്കും. ക്രിസ്മസിനോട് അടുത്ത ദിവസങ്ങളിലാണ് കൂടുതൽ കേക്കുകൾ വിൽപ്പനയ്ക്കെത്തുക. അടുത്ത കാലങ്ങളിലായി വീടുകൾ കേന്ദ്രീകരിച്ച് വീട്ടമ്മമാർ കേക്കുകൾ ഉണ്ടാക്കി സീസൺ സമയങ്ങളിൽ വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് പലരും വീടുകളിലെത്തിച്ചും നൽകുന്നുണ്ട്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കേക്കുകൾ. ക്രിസ്മസ് ആഘോഷങ്ങളെ മധുരിതമാക്കാൻ കേക്ക് വിപണി സജീവമായി കഴിഞ്ഞു. രുചിയിലെ വൈവിധ്യങ്ങളുമായാണ് 2025 ക്രിസ്മസിനെ കേക്ക് വിപണി വരവേൽക്കുന്നത്. ഏതായാലും എല്ലാ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും കേക്കിന്റെ മധുരം നിറയട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മയ്ക്ക് കീഴിലെ പ്രതീക്ഷ ട്രസ്റ്റിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മൂന്നുമുറി ഇടവക പരിധിയിലെ 51 കുടുംബങ്ങൾക്ക് 1000 രൂപ വീതം വില വരുന്ന ക്രിസ്മസ് കിറ്റുകൾ സമ്മാനിച്ചു. ഷോബി കുണ്ടിൽ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അമൃത, പ്രതീക്ഷ ട്രസ്റ്റ് കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ, മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ PTA പ്രസിഡന്റ് രാകേഷ് രാമകൃഷ്ണൻ, സുഭാഷ് മൂന്നുമുറി, ജസ്റ്റിൻ മങ്കുഴി, നൈജോ ആൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആലുവയിലെ രാജഗിരി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ, കാർഡിയോ, ഗ്യാസ്ട്രോ, ഓങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസും സ്ക്രീനിങ്ങും അടങ്ങുന്ന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. ആദ്യ ദിനത്തിൽ അമൃത TV സൂപ്പർ സ്റ്റാർ ഫെയിം ധ്രുവ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ദിനമായ റിഥം 2025 ചലച്ചിത്ര പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ AG ബാബു, ട്രഷറർ KS സുകേഷ് എന്നിവർ മുഖ്യ സന്ദേശം നൽകി. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ, നിയുക്ത പഞ്ചായത്ത് അംഗം KS ജോൺസൺ, സ്കൂൾ മാനേജർ C രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, രജത് നാരായണൻ, P സുനിൽകുമാർ, സലിത സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജില്ലയിലെ വാഹന പ്രേമികൾക്ക് മാരുതിയുടെ പുത്തൻ മോഡലുകൾ ഇനി എളുപ്പത്തിൽ സ്വന്തമാക്കാം. രാജ്യത്തെ മുൻനിര മാരുതി സുസുക്കി ഡീലറായ AM മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം കൊടകരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഡിസംബർ 22 വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാരുതി സുസുക്കി കാറുകളുടെ വിൽപ്പന, സർവീസ്, സ്പെയർ പാർട്സ് തുടങ്ങി എല്ലാ അനുബന്ധ സേവനങ്ങളും കൊടകര ഷോറൂമിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും. കാർ വിപണന രംഗത്ത് 1/4 നൂറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള AM മോട്ടോഴ്സ് ഇതിനോടകം ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ ഡീലറായ AM മോട്ടോഴ്സിന്റെ വരവ് കൊടകരയുടെ വികസനത്തിന് പുതിയ ഉണർവ് നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മാരുതിക്കുള്ള 2 ഫ്രീ കാർ വാഷിംഗ് കൂപ്പണുകളും ഫ്രീ ഫുൾ ബോഡി ചെക്കപ്പും മറ്റു ഡിസ്കൗണ്ട് കൂപ്പണുകളും ഉദ്ഘാടന ദിവസം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9895951111. അടുത്ത നമ്പർ 9048900066. മധുരൈ കാമരാജ് സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടി ഡോക്ടർ ബെജിൻ പ്രിൻസ്.
വരന്തരപ്പള്ളി CJMA ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. പരേതരായ മരത്താക്കര മേലിട്ട് പാലത്തിങ്കൽ ഫ്രാൻസിസിന്റെയും മേരിയുടെയും മകനാണ്. ഭാര്യ സരിത A. കണിച്ചായി ഒല്ലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടിയ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോട് കൂടിയ കോഴ്സിൽ +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. രണ്ടാം കല്ല് വിളക്കത്തറ വേലായുധൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. BJP എറണാകുളം മേഖലാ ട്രഷറർ VV രാജേഷിന്റെ അച്ഛനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരികൾ, സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. ഒല്ലൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് സ്വദേശി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വരന്തരപ്പള്ളി യൂണിറ്റ് വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. 3 മുറി പ്രതീക്ഷ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മറ്റത്തൂരിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി ഇടവകയിൽ നവീകരിക്കുന്ന ദേവാലയത്തിന്റെ ആശീർവാദം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കോട്ടകരയിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് 19കാരൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.